Hi everyone, my name is Dixie Simendi. I am from India. Today I am talking about listening ladies. നമ്മൾ പെണ്ണുങ്ങൾ പാവങ്ങളല്ലേ അല്ലേ? ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു എന്താണ് കുഞ്ഞു മനസ്സടങ്ങിയ ഒരു മനസ്സല്ലേ നമ്മുടേത് അല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞാൽ? ഇതൊക്കെ പറയുമ്പോൾ ആർക്കൊക്കെ ചിരി വരുന്നുണ്ടെന്ന് ദൈവത്തിനറിയാം. ഓക്കെ, നിഷ്കളങ്കമായ മനസ്സുള്ളവരാണ് നമ്മളല്ലേ. നമ്മൾ സ്വയം വിഡ്ഢികളാവാതിരിക്കുക. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ പെണ്ണുങ്ങൾ ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. നമ്മൾ എന്നിട്ട് അത് എവിടെയെങ്കിലും ചെന്ന് പറയുകയും ചെയ്യും. ഞാനപ്പോൾ പറയാണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ അങ്കിളാണ്. പുള്ളിക്കാരൻ ഭയങ്കര പഠിപ്പൊക്കെ ഉള്ളതാണ്. വൈഫാണെങ്കിലും ബുക്കിൻ്റെ മേളിൽ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരാണ്. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബുക്ക് 24 hours വായനയുള്ള ഒരു ലേഡിയാണ് അവർ. ഈ സാറാണെങ്കിലും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നല്ല വിവരമൊക്കെ ഉള്ള സാറാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് ഏതാ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓപ്പോസിറ്റീവ് എന്ന് പറഞ്ഞു. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓപ്പോസിറ്റീവ് ആണെന്ന് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് എഴുതി തന്നിട്ടുണ്ട് ഓപ്പോസിറ്റീവ് എന്ന്. ഞാൻ ഓപ്പോസിറ്റീവ് എന്ന് പറഞ്ഞ്, അപ്പോൾ ഈ സാറ് എന്തെന്ന് പറഞ്ഞു, ഓ പോസിറ്റീവ് ഒന്നുമില്ല, ഓ മാത്രമേ ഉള്ളൂ, ഓ പോസിറ്റീവ് ഓ നെഗറ്റീവ്, ബാക്കി എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, ഓയ്ക്ക് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ പറയണേ, കാരണം ഡോക്ടർ ബ്ലഡ് പരിശോധിച്ചിട്ട് എഴുതി തന്ന ചീട്ടിനകത്ത് ഓ പോസിറ്റീവ് എന്നുണ്ട്. ഇങ്ങേർക്കാണെങ്കിൽ നല്ല പഠിപ്പും വിവരമുള്ള ആൾക്കാരാണ്. നമ്മൾ ഈ അറിയാമല്ലോ, +2 വരെയും പഠിച്ച ആൾക്കാർക്ക് നമുക്കും അധികം ഇതുണ്ടാവില്ലല്ലോ. ഞാൻ തർക്കിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഇതിനകത്ത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അതിനകത്ത് ഓ പോസിറ്റീവ് ആണല്ലോ. അങ്ങനെയൊന്നുമില്ല, ഓ പോസിറ്റീവ് ഇല്ല, ഓ മാത്രമേ ഉള്ളൂ എന്നാണ്. ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു. പുള്ളിക്കാരൻ നമ്മൾ എന്ത് ചോദിച്ചാലും അന്വേഷിച്ച് കണ്ടെത്തി തരും. ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, നോ ഐഡിയ എന്ന് പറഞ്ഞു. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഗൂഗിളിൽ കയറി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് യൂട്യൂബിൽ നോക്കിയപ്പോൾ ഓ പോസിറ്റീവ് ഓ നെഗറ്റീവ് ഉണ്ട് എന്നെ കാണിച്ചും തന്നു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ആ സാറെന്താ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. എനിക്കറിയില്ല എന്ന്. അപ്പോൾ ഞാനിത് പറയാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സ്ത്രീകൾ ശുദ്ധ മനസ്സരല്ലേ. ആരെന്ത് പറഞ്ഞാൽ ആര് വിശ്വസിക്കും. നമ്മൾ അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും ചെന്ന് പറയും നമ്മൾ വിഡ്ഢികളാണ്. ഒരു ദിവസം എനിക്ക് 18 വയസ്സുള്ള ടൈമിന് ഞാനൊരു കുട്ടീനോട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കണേ, പന്തെറിഞ്ഞ് തട്ടിക്കൊണ്ട് BALL ബോൾ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അടുത്തിപ്പുണ്ടായിരുന്നു. ഫ്രണ്ട് പറഞ്ഞ്, ഞങ്ങളൊക്കെ പഠിച്ചേക്കണം BOLL ആണ് ബോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തെറ്റാണ് അപ്പം ഞാൻ തർക്കിക്കാനൊന്നും പോയില്ല. തെറ്റാണ്, അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. മൊബൈലൊന്നുമില്ല. ഞാൻ അതിനുള്ള അന്വേഷണത്തിലായിരുന്നു. കണ്ടുപിടിച്ചു BALL ആണ് ബോളെന്ന്. പക്ഷെ ഞാനത് പറഞ്ഞൊന്നും കളിയാക്കിയൊന്നുമില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ അതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളേലും പഠിപ്പും വിവരവും പൊസിഷനിലുള്ള ആൾക്കാർ ചിലപ്പോൾ നമ്മളോട് വേറെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതുപോലെ തന്നെ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കുന്നു വേണ്ട. നമ്മൾ സ്ത്രീകൾ അങ്ങനെ വിശ്വസിക്കേണ്ട. നമ്മളത് ചെന്ന് എവിടെയും വിളമ്പേം വേണ്ട. നമ്മളൊന്ന് എന്താ പറയുക, രണ്ടാമതൊന്ന് റീചെക്ക് ചെയ്യുക. അവർ പറഞ്ഞത് ശരിയാണോ, ഞാൻ ഇത്രയും നാളും വിചാരിച്ച് വെച്ചത് ശരിയാണോ, അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു കാര്യം തന്നെ 2-3 സ്ഥലത്ത് സെർച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ എന്ത് അന്വേഷിച്ചാലും യൂട്യൂബ് നമുക്ക് പറഞ്ഞുതരും അല്ലേ. ഏത് ഭാഷയിലാണെങ്കിലും നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിച്ചാൽ മതി. നമുക്കറിയാവുന്ന കാര്യം ചിലപ്പോൾ ശരിയായിരിക്കും. എന്നിട്ട് നമ്മളിലും പൊസിഷനിലും അറിവ് ഉള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വേറെ എന്തെങ്കിലും പറഞ്ഞുതരും. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, അതുപോലെ തന്നെ പറയുകയും ചെയ്യും. ഒരിക്കലും എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ ബ്രദർ, ചേച്ചി അറിഞ്ഞായിരുന്നാ, ഞാൻ പറഞ്ഞു ഭയങ്കര ചൂടില്ലേ, അകത്തിരിക്കാൻ വയ്യാന്ന് പറഞ്ഞു. ചേച്ചി അറിഞ്ഞായിരുന്നാ, നമ്മുടെ അവിടെ ചൂട് കാരണം ഒരാൾ അവിടെ കുഴഞ്ഞ് വീണിട്ട് മേത്ത് തൊട്ടിട്ട് തൊലിയൊക്കെ ഇങ്ങനെ ഉരിഞ്ഞു പോകണമെന്ന് പറഞ്ഞേ. ഞാനത് വിശ്വസിച്ചിട്ടാ. ഞാൻ തന്നെ ഫാദറിനോ വന്നപ്പോൾ പറഞ്ഞ്, ഇന്ന പോലെ നമ്മുടെ ആ വീടിൻ്റെ അടുത്ത് ചൂടെടുത്തിട്ട് കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ പൊളിഞ്ഞു വന്നു പറഞ്ഞു. അപ്പം അമ്മായിച്ച പറഞ്ഞേ, മൂക്ക് വല്ല പ്രാന്തണ്ട, അവൻ എടുത്തന്നോണേ പറയത്തുള്ളൂ,
അതൊന്നും മോള് വിശ്വസിക്കേണ്ടെന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീകൾ എല്ലാവരും പറയണം അങ്ങനെ വിശ്വസിക്കുകയൊന്നും വേണ്ട. നമ്മൾ ഒന്ന് റീചെക്ക് ചെയ്യുക, നമ്മൾ സ്വയം വിഡ്ഢികളാവാതിരിക്കുക കേട്ടോ. റീചെക്ക് ചെയ്തിട്ട് എന്നിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു, ബൈ.